വചനമൊഴി. ഏലിയാ ശ്ലീഹ മൂശക്കാലം 5-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 9:8-17, ദാനിയേൽ 7:9-14, 1 കൊരിന്തോസ് 1:18-25, മത്തായിയുടെ സുവിശേഷം 24:29-36. മനുഷ്യപുത്രന്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഏലിയാ ശ്ലീഹ മൂശക്കാലങ്ങളിലെ 5-ാമത്തെ ഞായറാഴ്ച, അതായത് ശ്ലീഹക്കാലം 2-ാം ഞായർ ഇന്ന് നാം ആചരിക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ നിന്നുമുള്ള യുഗാന്ത പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. യുഗാന്ത പ്രഭാഷണത്തിന്റെ പ്രധാന പ്രമേയങ്ങൾ പ്രപഞ്ച ദുരന്തങ്ങൾ, ആകാശത്തിലെ അടയാളങ്ങൾ, ദൈവത്തിന്റെ വരാനിരിക്കുന്ന വിധി എന്നിവയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്വം പ്രധാനമായും പറയുന്നത് യുഗാന്ത്യത്തിൽ പ്രപഞ്ചത്തിനുണ്ടാകുന്ന മാറ്റവും സർവമഹത്വത്തോടെയുള്ള മനുഷ്യപുത്രന്റെ ആഗമനവും പ്രപഞ്ചവും അതിലുള്ളവയും കടന്നുപോകുമ്പോഴും നിത്യം നിലനിൽക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുമാണ്. ആ ദിവസത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ എന്ന കാര്യവും സുവിശേഷം വ്യക്തമാക്കുന്നു. യുഗാന്തം സുനിശ്ചിതമായ ഒരു കാര്യമാണെന്നും എന്നാൽ അത് എപ്പോഴാണ് എന്നത് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിയത്തില്ല എന്നുമാണ് തിരുവചനം പറയുന്നത്. പിതാവിനല്ലാതെ പുത്രന് പോലും അറിയത്തില്ല എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5:19-29 പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും വ്യക്തമാക്കുന്നുണ്ട്. പിതാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുത്രൻ അറിയുന്നു എന്ന് വചനം പറയുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും ഒന്നാകുന്നു. യുഗാന്തത്തെക്കുറിച്ച് പുത്രന് പോലും അറിയത്തില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം യുഗാന്തം എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് പുത്രൻ പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ ലക്ഷ്യം. ആദിമസഭയിൽ പ്രപഞ്ച ദുരന്തങ്ങളും യുദ്ധങ്ങളുമെല്ലാം ഉണ്ടാകുന്ന അവസരത്തിൽ യുഗാന്തം ഉടൻ സംഭവിക്കുമെന്ന് പഠിപ്പിച്ചിരുന്ന വ്യാജ പ്രബോധകന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രബോധനങ്ങളെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് മത്തായി ശ്ലീഹ യുഗാന്തത്തെക്കുറിച്ചുള്ള ഈ പ്രബോധനങ്ങൾ സുവിശേഷത്തിൽ നൽകിയിരിക്കുന്നത്. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിലും യുഗാന്തം എപ്പോഴാണ് എന്ന ശ്ലീഹന്മാരുടെ ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ്. സുനിശ്ചിതമായും യുഗാന്തം ഉണ്ടാകുമെന്നും എന്നാൽ അത് എപ്പോഴാണ് എന്നത് മനുഷ്യർക്ക് അനിശ്ചിതമാണ് എന്നാണ് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവപുത്രൻ പോലും അത് വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പുത്രന് പോലും അറിയത്തില്ല എന്ന് സുവിശേഷകൻ പറയുന്നത്. ഇന്നത്തെ തിരുവചന പ്രഘോഷണങ്ങൾ എല്ലാം ഒരു കാലത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന പുതുയുഗത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണം നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള വിവരണത്തിന്റെ ഭാഗമാണ്. വെള്ളപ്പൊക്കം തിന്മ നിറഞ്ഞ ലോകത്തെ ഇല്ലെന്നാക്കി പുതിയൊരു ലോകം യാഥാർത്ഥ്യമാക്കി. അതുപോലെ തന്നെ മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തിലും ഇതുപോലെ ഒന്ന് യാഥാർത്ഥ്യമാകും. മിശിഹായുടെ ആഗമനത്തിൽ സംഭവിക്കുന്നതിൻ്റെ പ്രതിരൂപമാണ് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കവും അതിനുശേഷമുള്ള പുതുലോകവും. പുതിയ ഉടമ്പടി നോഹയുമായി സ്ഥാപിക്കുന്നതിലൂടെ നിത്യമായി നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയുടെ പ്രതിരൂപമാണ് നാം കാണുന്നത്. നോഹയുമായുള്ള ഉടമ്പടിയുടെ സാർവത്രിക മാനവും
നിത്യതയുമാണ്. പേടകത്തിൽ നിന്നിറങ്ങിയ എല്ലാ ജീവജാലങ്ങളോടും ഉടമ്പടി ഉറപ്പിക്കുന്നതിലൂടെയും മഴവില്ല് അടയാളമായി സ്ഥാപിക്കുന്നതിലൂടെയും വ്യക്തമാക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണവും മിശിഹായുടെ വരവിനെക്കുറിച്ചുള്ളതാണ്. എല്ലാ ജനതകളുടെ മേലും എല്ലാ കാലത്തിന്റെ മേലും അധികാരമുള്ളവനായി വരുന്ന പുരാതനമായുള്ളവൻ മിശിഹ തന്നെയാണ്. എല്ലാറ്റിന്റെയും വിദ്യാളനും ഭരണാധികാരിയുമായ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ് തിരുവചന ഭാഗം. പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മിശിഹായുടെ രാജ്യത്തിന്റെ അടയാളം വിശുദ്ധ കുരിശ് ആണ് എന്നാണ്. കുരിശിലൂടെ നേടിയ രക്ഷയാണ് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും അടയാളമായുള്ളത്. കുരിശിന്റെ സന്ദേശം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലെല്ലാം വ്യത്യസ്തമായ അടയാളങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്തമായ അടയാളങ്ങളാണ് എങ്കിലും അത് ശാശ്വതമായതും എല്ലാ ജനതകൾക്കുമായുള്ള അടയാളമാണ്. ഈശോ മിശിഹ തന്നെയാണ് ശാശ്വതമായ ആ അടയാളം. മിശിഹായുടെ പ്രതിരൂപങ്ങളായാണ് മഴവില്ലും വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന മനുഷ്യപുത്രനും സകലർക്കും രക്ഷ നൽകുന്ന വിശുദ്ധ സ്ലീവായും. മിശിഹായിലൂടെ നൽകിയ രക്ഷ അനുഭവിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും കാത്തിരിക്കുന്നവരാണ് ഏലിയ സ്ലീവ മൂശക്കാലത്ത് വിശ്വാസിഗണം. ആ പ്രത്യാശയോടുകൂടി മുന്നോട്ടു പോകുവാൻ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിതയാത്ര നയിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.